അപ്പോൾ നമ്മളുടെ AC ഫണ്ടമെൻ്റൽസ് അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് പവർ ആൻഡ് പവർ ഫാക്ടർ ഇൻ എൻ AC സർക്യൂട്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് പഠിച്ചു. കോമ്പിനേഷൻ സർക്യൂട്ട്സിൽ RL സർക്യൂട്ട്, RC സർക്യൂട്ട്, പിന്നെ RLC സർക്യൂട്ട്. RLC സർക്യൂട്ടിൽ 3 ഡിഫറെൻറ്റ് കേസുകൾ ഉണ്ടെന്ന് പഠിച്ചു. അതിൻ്റെയൊക്കെ വോൾട്ടേജ് ട്രയാങ്കിൾ, ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചു. അടുത്തത് എന്താണ് പവർ ഫാക്ടർ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ which controls the power. In the case of DC system, there are only voltage and current can control power. P is equal to VI. In a DC system, power is equal to voltage into current. But in the case of AC system, the equation is not so. P is equal to VI cos phi. Besides voltage and current, there is one more factor which influences the power in an AC system. But in the case of DC, there are only 2 factors which control the power. They are voltage and current. So power equation in a DC system, P is equal to V into I. Okay, മനസ്സിലായോ? അതേസമയം in the case of AC system, besides voltage and current, there is one more factor which controls the power, known as power factor. Actually, there are 3 different factors which can control power in an AC system. They are voltage, current and power factor. അപ്പോൾ മൂന്നാമതൊരു ഘടകം വരികയാണ് ഇവിടെ, അതാണ് പറയുന്നത്. മൂന്നാമതൊരു ഫാക്ടർ വരികയാണ്. ആ ഫാക്ടർ ഈസ് നോൺ ആസ് പവർ ഫാക്ടർ. ഡി സിയിൽ അങ്ങനെയില്ല. ഡി സിയിൽ ഓൺലി വോൾട്ടേജ് ആൻഡ് കറണ്ട്. എ സിയിലെ വോൾട്ടേജ്, കറണ്ട്, പവർ ഫാക്ടർ. എന്താണ് പവർ ഫാക്ടർ? അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പവർ ഫാക്ടർ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഡി സിയിലില്ല. സോ വാട്ട് ഈസ് മെൻ ബൈ പവർ ഫാക്ടർ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഫാക്ടർ ഹാസ് 3 ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ്. 3 ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് എക്സാമിൽ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. പവർ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ടു ഇമ്പിഡൻസ്. പവർ ഫാക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് കോസ് ഫൈ എന്നാണ് പറയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ടു ഇമ്പിഡൻസ്, ഫസ്റ്റ് ഡെഫിനേഷൻ. ഓർ ഇറ്റ് ഈസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതാണ് കോസ് ഫൈ എന്ന് പറയുന്നത്. കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്, വേർ ഫൈ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. Or it can also be defined as it is a ratio of true power to apparent power. അപ്പോൾ എന്താണ് ട്രൂ പവർ, അപ്പാരൻറ്റ് പവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. എനിവേ ഈ ഡെഫിനേഷൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഇൻ എൻ AC സിസ്റ്റം ദർ ആർ 3 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ കൺട്രോൾ പവർ. ദേ ആർ വോൾട്ടേജ്, കറണ്ട് ആൻഡ് പവർ ഫാക്ടർ. In the case of DC, only voltage and current can control power. Power factor is the ratio of 3 definitions. First definition, it is the ratio of resistance to impedance. That is cos phi is equal to R by Z. It is the ratio of resistance to impedance. Power factor has no unit. Cos phi has no unit. It is the ratio of resistance to impedance. Or it is the cosine of the angle between voltage and current. That is cos phi, where phi is the angle between voltage and current. Or it is the ratio of true power to apparent power. എന്താണ് ട്രൂ പവർ, എന്താണ് അപ്പാരൻറ്റ് പവർ എന്നുള്ളത് പറഞ്ഞു വരാം. ഇൻ എൻ AC സിസ്റ്റം കറണ്ട് ഹാസ് 2 കമ്പോണൻസ്. ഡി സിയിൽ അങ്ങനെയൊന്നുമില്ല. ഡി സിയിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ I. പക്ഷേ എ സിയിലെ കറണ്ടിൻ്റെ 2 കമ്പോണൻ്റ് ഉണ്ട്. ആക്റ്റീവ് കമ്പോണൻ്റ് ആൻഡ് റിയാക്റ്റീവ് കമ്പോണൻ്റ്, റെപ്രസെൻറ്റഡ് ആസ് IA ആൻഡ് IR. IA is equal to I cos phi, IR is equal to I sin phi. IA means active component of current which is equal to I into cos phi. IR means reactive component of current is equal to I is equal to root of I cos phi the whole square plus I sin phi the whole square. അത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുള്ളൂ. റൂട്ട് ഓഫ് I സ്ക്വയർ cos സ്ക്വയർ phi പ്ലസ് I സ്ക്വയർ sin സ്ക്വയർ phi. റൂട്ട് ഓഫ് I സ്ക്വയർ ഇൻറ്റു cos സ്ക്വയർ phi പ്ലസ് sin സ്ക്വയർ phi. നമുക്കറിയാം cos സ്ക്വയർ phi പ്ലസ് sin സ്ക്വയർ phi 1 ആണ്. ദാറ്റ് ഈസ് I. അപ്പോൾ Iക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്. സോറി, ആക്റ്റീവ് കമ്പോണൻ്റ് ഓഫ് കറണ്ടും റിയാക്റ്റീവ് കമ്പോണൻ്റ് ഓഫ് കറണ്ട്. ആക്റ്റീവ് കമ്പോണൻ്റ് ഓഫ് കറണ്ട് IA is equal to I cos phi. റിയാക്റ്റീവ് കമ്പോണൻ്റ് ഓഫ് കറണ്ട് IR is equal to I sin phi. അപ്പോൾ I is equal to root of I cos phi the whole square plus I sin phi the whole square എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ. I is the vector sum of I cos phi and I sin phi. പവർ ഡ്യൂ ടു ആക്റ്റീവ് കമ്പോണൻ്റ് ഓഫ് കറണ്ട് ഈസ് നോൺ ആസ് ആക്റ്റീവ് പവർ. നേരത്തെ ഞങ്ങളാണ് തേർഡ് ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ട്രൂ പവർ ടു അപ്പാരൻറ്റ് പവർ. പവർ ഡ്യൂ ടു ആക്റ്റീവ് കമ്പോണൻ്റ് ഓഫ് പവർ ഈസ് നോൺ ആസ് ആക്റ്റീവ് പവർ ഓർ ട്രൂ പവർ ഓർ റിയൽ പവർ. ഇൻഡിക്കേഷൻ P എന്നാണ് നൊട്ടേഷൻ അതിൻ്റെ. ഇസ് ഈക്വൽ ടു VI cos phi. കാരണം V ഇൻറ്റു I cos phi, വോൾട്ടേജ് ഇൻറ്റു ആക്റ്റീവ് കമ്പോണൻ്റ് ഓഫ് കറണ്ട്, V ഇൻറ്റു I cos phi. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വാട്ട് ഓർ കിലോ വാട്ട്. അപ്പോൾ അതാണ് ട്രൂ പവർ എന്ന് പറഞ്ഞാൽ. പവർ ഡ്യൂ ടു റിയാക്റ്റീവ് കമ്പോണൻ്റ് ഓഫ് കറണ്ട് ആണ് റിയാക്റ്റീവ് പവർ. അതിൻ്റെ നൊട്ടേഷൻ Q എന്നാണ്. Q ഇസ് ഈക്വൽ ടു VI sin phi. അതിൻ്റെ യൂണിറ്റ് വാർ ഓർ കിലോ വാർ. വാർ എന്ന് പറഞ്ഞാൽ VAR വാറാണ് കേട്ടോ. അതായത് VARൻ്റെ ഫുൾ ഫോം പറയേണ്ടത് റേറ്റഡ് റിയാക്റ്റീവ് വോൾട്ടാംസ് ആണ്. VAR എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് വോൾട്ടാംസ് ഓർ കിലോ വാർ, കിലോ റിയാക്റ്റീവ് വോൾട്ടാംസ്, VAR or kVAR. Power due to reactive component of current is known as reactive power. Power due to active component of current is known as active power. Okay. Apparent power is the product of 3 power under true power P, reactive power Q, apparent power S.
It is the product of voltage and current. S is equal to V into I. S is equal to V into I. S is equal to root of P square plus Q square. P എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവർ. അപ്പോൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S is equal to root of P square V I cos phi the whole square plus V I sin phi the whole square. അപ്പോൾ എന്താ പറയുക, അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് ഓഫ് V square I square cos square phi plus V square I square sin square phi സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക. അപ്പോൾ എന്താ കിട്ടുക, റൂട്ട് ഓഫ് V square I square into cos square phi plus sin square phi. cos square phi plus sin square phi is equal to 1 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ S is equal to root of V square I square is equal to VI. അപ്പോൾ അതുകൊണ്ടാണ് S is the ratio, S is equal to root of P square plus Q square. ഓക്കെ, അപ്പോൾ 3 പവർ ഉണ്ട്. പവർ ഡ്യൂ ടു ആക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് ട്രൂ പവർ P, പവർ ഡ്യൂ ടു റിയാക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് കറണ്ട് റിയാക്റ്റീവ് പവർ Q, പവർ ഡ്യൂ ടു apparent power is the product of voltage and current S, PQS. അപ്പോൾ S is equal to root of P square plus Q square. ട്രൂ പവർ P എന്ന് പറഞ്ഞാൽ ട്രൂ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ റിയാക്റ്റീവ് പവർ, അതിൻ്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ കിലോ വാട്ട്. Qൻ്റെ യൂണിറ്റ് വാർ അല്ലെങ്കിൽ കിലോ വാർ. എസിൻ്റെ യൂണിറ്റ് വോൾട്ടാംസ്. S is equal to root of P square plus Q square. അപ്പോൾ 3 പവറുകൾ, പവർ ഫാക്ടറുകൾ, ഇതെല്ലാം ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ ഒക്കെ വരുന്നത് AC സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. DC യിൽ ഓൺലി 1 പവർ. ദർ ഈസ് നോ ക്വസ്റ്റൻ ഓഫ് റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ ഇൻ ദ കേസ് ഓഫ് DC സിസ്റ്റം. ഇൻ ദ കേസ് ഓഫ് AC ദർ വിൽ ബി ഡിഫറെൻറ്റ് പവർ ബിക്കോസ് ഓഫ് പവർ ഫാക്ടർ. പവർ ഫാക്ടറിൻ്റെ 3 ഡെഫിനേഷൻ നേരത്തെ പറഞ്ഞു, അത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കാം. ഇനി 3 ഡെറിവേഷനാണ്. പവറിന് റെസിസ്റ്റീവ് സർക്യൂട്ട്. റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. അതായത് AC സർക്യൂട്ടിൽ തന്നെ AC സർക്യൂട്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഐ ടോൾഡ് യു ബിഫോർ ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AC സർക്യൂട്ട്. ഏതൊക്കെയാണ്? റെസിസ്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്റ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് സർക്യൂട്ട്. അത് പവർ തന്നെ റെസിസ്റ്റീവ് സർക്യൂട്ടാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അതിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ആദ്യം എഴുതി. P is equal to 1/T integral 0 to T VI dt. T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എത്രയാണ്? 2π. AC യുടെ വേവ് ഫോം കാണുമ്പോൾ നമുക്കറിയാം 2π. 1/2π integral 0 to T എന്ന് വെച്ചാൽ ടൈം പീരീഡ് 2π. V is equal to Vm sin theta, I is equal to Im sin theta d theta. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ 1/2π Vm Im പുറത്തേക്ക് എടുത്തു. Vm Im പുറത്തേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. Vm Im പുറത്തേക്ക് എടുത്തപ്പോൾ Vm Im/2π ഇൻ്റഗ്രൽ sin theta ഇൻറ്റു sin theta d theta. അതായത് Vm Im/2π ഇൻറ്റു sin square theta d theta. ഇൻ്റഗ്രൽ 0 to 2π sin theta ഇൻറ്റു sin theta sin square theta d theta. അടുത്ത സ്റ്റെപ്പിൽ Vm Im/2π ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയെ മാറ്റി എഴുതി is equal to 1 minus cos 2 theta by 2. സൈൻ സ്ക്വയർ തീറ്റ is equal to 1 minus cos 2 theta by 2. അടുത്ത 2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ Vm Im/4π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π 1 minus cos 2 theta d theta സ്പ്ലിറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ 0 to 2π 1 d theta മൈനസ് ഇൻ്റഗ്രൽ 0 to 2π cos 2 theta d theta. അടുത്ത സ്റ്റെപ്പിൽ Vm Im/4π ഇൻറ്റു ഇൻ്റഗ്രൽ 1 d theta എന്താ? ഇൻ്റഗ്രൽ d theta വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ. വാട്ട് ആർ ദ ലിമിറ്റ്സ്? 0 and 2π. ഓരോന്നിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടു. d theta ഇൻ്റഗ്രൽ തീറ്റ, അതിൻ്റെ ലിമിറ്റ്സ് 0 to 2π മൈനസ് ഇൻ്റഗ്രൽ cos 2 theta എന്ന് പറഞ്ഞാൽ sin 2 theta by 2. അതിൻ്റെ ലിമിറ്റ്സ് എന്താ? 0 and 2π. sin 2 theta by 2ൻ്റെ ലിമിറ്റ്സ് 0 and 2π. അടുത്ത സ്റ്റെപ്പിൽ Vm Im/4π ലിമിറ്റ്സ് അപ്ലൈ ചെയ്തു. 2π മൈനസ് 0 മൈനസ് സൈൻ തീറ്റയ്ക്ക് 2π കൊടുക്കുമ്പോൾ sin 4π by 2 മൈനസ് തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ 0. അടുത്ത സ്റ്റെപ്പിൽ Vm Im/4π ഇൻറ്റു 2π മൈനസ് 0 എന്താ? 2π മൈനസ് സൈൻ 4π by 2. സൈൻ 4π എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ സൈൻ nπ 0, സൈൻ 4π 0, 0/2 0, 0 മൈനസ് 0 0. അപ്പോൾ ആ ടൈം കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ Vm Im/4π ഇൻറ്റു 2π 4πയിൽ 2 ടൈംസ് ആയി. അപ്പോൾ Vm Im/2. Vm is equal to √2 ഇൻറ്റു VRMS. നമ്മൾ നേരത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AC വാല്യൂസ് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. Vm is maximum value of voltage is equal to √2 into VRMS. Im is equal to √2 into IRMS. അപ്പോൾ √2 into √2 എന്താ? 2. ആ 2ഉം ഡിനോമിനേറ്റർ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. സോ VRMS into IRMS is equal to V into I. അപ്പോൾ വെറുതെ V എന്ന് എഴുതി കഴിഞ്ഞാൽ VRMS, വെറുതെ I എന്ന് എഴുതി കഴിഞ്ഞാൽ IRMS. മാക്സിമം വാല്യൂ ആണെങ്കിൽ നൊട്ടേഷനായിട്ട് V സഫിക്സ് M, I സഫിക്സ് M. സ്മോൾ ലെറ്റർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ്. ഇത് സ്മോൾ ലെറ്റർ അല്ലാട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ തോന്നുകയാണെങ്കിൽ സോറി, V into I, ക്യാപിറ്റൽ V into ക്യാപിറ്റൽ I ആണ് താഴ്ത്തി എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ V VRMS, ക്യാപിറ്റൽ I IRMS. ഓക്കെ, ഇതാണ് പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട്. അടുത്തത് പവർ ഇൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. വളരെ സിമ്പിളാണ്. P is equal to 1/T integral 0 to T VI dt. അതേ ഇക്വേഷൻ തന്നെ. is equal to 1/2 T എന്ന് വെച്ചാൽ 2π ഇൻറ്റു ടൈം പീരീഡ് എത്ര? ഇൻ്റഗ്രൽ 0 to 2π. ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ കറണ്ട് ലാഗ് ചെയ്യാണ് അല്ലെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യാണ്. അപ്പോൾ നേരത്തെ V is equal to Vm sin theta, I is equal to Im sin theta എന്ന് എഴുതിയ പോലെ എഴുതാൻ പറ്റില്ല. കാരണം റെസിസ്റ്റീവ് സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയതുകൊണ്ടാണ് V is equal to Vm sin theta, I is equal to Im sin theta. പക്ഷേ ഇൻഡക്റ്റീവിൽ അങ്ങനെയല്ല. കറണ്ട് ലാഗ് ചെയ്യാണ്, അതായത് വോൾട്ടേജ് ലീഡ് ചെയ്യാണ്. ഏതിൽ? പ്യുവർ ഇൻഡക്റ്റീവിൽ. എത്ര ഡിഗ്രി ലീഡ് ചെയ്യുന്നത്? വോൾട്ടേജ് ലീഡ് ചെയ്യുന്നത് 90 ഡിഗ്രി, അല്ലെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യുന്നത് 90 ഡിഗ്രി. അപ്പോൾ I is equal to Im sin theta എന്ന് എഴുതി. V is equal to Vm sin theta plus 90.
അതായത് പ്ലസ് ഉദ്ദേശിക്കുന്നത് ലീഡാണ്. അപ്പോൾ ഏതിനെ ലീഡ് ചെയ്യണേ? വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും കറണ്ട് ലാക്സ് ദ വോൾട്ടേജ്. രണ്ടും ഒന്ന് തന്നെയാണ്. കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് എന്ന് പറയുന്നത് തന്നെയാണ് വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട്. എത്ര ഡിഗ്രിയാണ്? ബൈ ആൻ ആംഗിൾ 90. എന്താ കാരണം? പ്യുവർ ഇൻഡക്റ്റീവ് ആയതുകൊണ്ട്. റെസിസ്റ്റീവ് സർക്യൂട്ട് അങ്ങനെ വരാത്തതിൻ്റെ കാരണം എന്താ? വി എം സൈൻ തീറ്റ എം സൈൻ തീറ്റ മാത്രമേ എഴുതിയുള്ളൂ. ഇവിടെ പ്ലസ് വരും. വി എം സൈൻ തീറ്റ പ്ലസ് 90 ഐ എം സൈൻ തീറ്റ. ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ തീറ്റ, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ തീറ്റ പ്ലസ് 90 ഡി തീറ്റ. ബാക്കിയെല്ലാം പഴയ പോലെ കംപ്ലീറ്റ് ഡെറിവേഷൻ തന്നെ. ഞാൻ പെട്ടെന്ന് വായിച്ചു പോയി, യാതൊരു സംശയമില്ലാത്ത കേസാണ്. 1/2π ഇൻ്റഗ്രൽ 0 to 2π ഐ എം സൈൻ തീറ്റ ഇൻറ്റു വി എം സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റ. സൈൻ 90 പ്ലസ് തീറ്റയ്ക്ക് കോസ് തീറ്റ കൊടുത്തു ഡി തീറ്റ. അടുത്ത വി എം ഐ എം പുറത്തേക്ക് എടുത്തു. വി എം ഐ എം 2π ഇൻ്റഗ്രൽ 0 to 2π സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ വി എം ഐ എം 2π ഇൻ്റഗ്രൽ 0 to 2π സൈൻ 2 തീറ്റയാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. അവിടെ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര വരിക? സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എന്ത് എഴുതാം? സൈൻ 2 തീറ്റ ബൈ 2. മനസ്സിലായില്ലേ? സൈൻ 2a ഈസ് ഈക്വൽ ടു 2 സൈൻ എ കോസ് എ. സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. നമുക്ക് വെറും സൈൻ തീറ്റ കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ ബൈ 2 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ആ ബൈ 2ൻ്റെ 2 പുറത്തേക്ക് വന്നു. അപ്പോൾ വി എം ഐ എം 4π ഇൻ്റഗ്രൽ 0 to 2π സൈൻ 2 തീറ്റ ഡി തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ വി എം ഐ എം 4π ഇൻറ്റു സൈൻ 2 തീറ്റയുടെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ലിമിറ്റ്സ് എന്താ? 0 to 2π. അടുത്ത സ്റ്റെപ്പിൽ ആ മൈനസ് പുറത്തേക്ക് എടുത്തു. മൈനസ് വി എം ഐ എം 4π ഇൻറ്റു തീറ്റയ്ക്ക് 2π കൊടുത്തു. അപ്പോൾ കോസ് 4π മൈനസ് പുറത്തേക്ക് കൊടുത്തു. കോസ് 4π മൈനസ് തീറ്റയ്ക്ക് 0 കൊടുത്തു. കോസ് 0. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് വി എം ആ 2 പുറത്തേക്ക് ഇടുമ്പോൾ വി എം ഐ എം 8π ഇൻറ്റു കോസ് 4π മൈനസ് കോസ് 0. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് വി എം ഐ എം 8π ഇൻറ്റു കോസ് 4π എന്ന് വെച്ചാൽ കോസ് എൻ പൈ ഈസ് ഈക്വൽ ടു -1 ഓൾ റൈസ് ടു എൻ. കോസ് 4π ഈസ് ഈക്വൽ ടു 1. കാൽക്കുലേറ്റർ അടിച്ച് നോക്കി അറിയാം. മൈനസ് കോസ് 0 ഈസ് ഈക്വൽ ടു 1. 1 - 1 എന്താ? 0. 0 ഇൻറ്റു മൈനസ് വി എം ഐ എം 8π ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് പവർ ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് വിൽ ബി 0. കാരണം പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്സ് ആർ ഇമാജിനറി. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ എത്രയാണ്? 0. കാരണം ഇൻഡക്റ്റീവ് സർക്യൂട്ടുകൾ കുഴപ്പമില്ല. പക്ഷേ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് കുഴപ്പമില്ല എന്നല്ല, ഇൻഡക്റ്റീവ് സർക്യൂട്ടുകൾ റിയൽ ആണ്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടുകൾ ഇമാജിനറി കണ്ടീഷനാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട് എ കോയിൽ വിത്തൗട്ട് എനി റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു പ്യുവർ ഇൻഡക്റ്റീവ് കോയിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലില്ല. തിയറട്ടിക്കലി പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ് അത്. അപ്പോൾ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലെ പവർ 0 ആണ്. ഇതേപോലെ തന്നെയാണ് പവറിനെ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഇവിടെ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ടാണ് ലീഡ് ചെയ്യുക. പക്ഷേ എല്ലാ ഡെറിവേഷനും സെയിം തന്നെയാണ്. ഏകദേശമൊക്കെ ഡെറിവേഷനൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ പവറിനെ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് നോക്കൂ. ഇക്വേഷൻ പി സി ഈക്വൽ ടു 1/t ഇൻ്റഗ്രൽ 0 to t vi dt. ടി എന്ന് വെച്ചാൽ എത്രയാണ്? 2π. ടൈം പീരീഡ് 2π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π. വി ഈസ് ഈക്വൽ ടു വി എം സൈൻ തീറ്റ. ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ 90 പ്ലസ് തീറ്റ. കാരണം എന്താ? ഇവിടെ ഏതാ ലീഡ് ചെയ്യുന്നത്? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. ഇൻഡക്റ്റീവിലോ കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ആണ്. അതായത് വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യണേ. അപ്പോൾ വി എം സൈൻ 90 പ്ലസ് തീറ്റ എന്ന് എഴുതി. ഇതേതാ ലീഡ് ചെയ്യേണ്ടത്? കറണ്ടാണ് ലീഡ് ചെയ്യുന്നത് കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ. അപ്പോൾ ഐ എം സൈൻ 90 പ്ലസ് തീറ്റ എന്ന് എഴുതി. അപ്പോൾ റെസിസ്റ്റീവിൽ എന്താ എഴുതിയാൽ? ലീഡിങ്ങും ഇല്ല ലാഗിങ്ങും ഇല്ല. വി ഈസ് ഈക്വൽ ടു വി എം സൈൻ തീറ്റ, ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ തീറ്റ. മനസ്സിലാവണല്ലേ? അതേസമയം പ്യുവർ ഇൻഡക്റ്റീവിലാണെങ്കിൽ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു. അപ്പോൾ വി എം സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ. ഇവിടെ കറണ്ടാണ് ലീഡ് ചെയ്യുന്നതിനെ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 90. അപ്പോൾ വി എം സൈൻ തീറ്റ ഇൻറ്റു ഐ എം സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ ഡി തീറ്റ. എല്ലാം പഴയ പോലെ തന്നെ. അതായത് 1/2π ഇൻ്റഗ്രൽ 0 to 2π വി എം സൈൻ തീറ്റ ഇൻറ്റു ഐ എം സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. അടുത്തത് വി എം ഐ എം പുറത്തേക്ക് എടുത്തപ്പോൾ വി എം ഐ എം 2π ഇൻ്റഗ്രൽ 0 to 2π സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ. ഇനി എല്ലാം പഴയ പോലെ. വി എം ഐ എം 2π ഇൻ്റഗ്രൽ 0 to 2π സൈൻ തീറ്റ കോസ് തീറ്റ മീൻ സൈൻ 2 തീറ്റ ബൈ 2. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി എല്ലാം പഴയ പോലെ തന്നെ. വി എം ഐ എം 4π ഇൻ്റഗ്രൽ 0 to 2π സൈൻ 2 തീറ്റ ഡി തീറ്റ ഈക്വൽ ടു വി എം ഐ എം 4π ഇൻറ്റു സൈൻ 2 തീറ്റയുടെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് 2 തീറ്റ ബൈ 2. വാട്ട് ആർ ദ ലിമിറ്റ്സ്? 0 and 2π. അടുത്തത് ആ 2 പുറത്തേക്ക് എടുത്തപ്പോൾ മൈനസ് വി എം ഐ മൈനസ് കൊടുത്ത് പുറത്തേക്ക് ബൈ 2ൻ്റെ 2ഉം പുറത്തേക്ക് എടുത്തു. അപ്പോൾ മൈനസ് വി എം ഐ എം 8π ഇൻറ്റു കോസ് 2 തീറ്റയ്ക്ക് 2πയും 0യും കൊടുത്തപ്പോൾ കോസ് 4π മൈനസ് 0 മൈനസ് വി എം ഐ എം 8π ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആൻഡ് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് പവർ വിൽ ബി 0. പക്ഷേ ഫണ്ടമെൻ്റൽ തുടക്കത്തിലത്തെ കാര്യം വ്യത്യാസമുണ്ട്. ഇവിടെ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ടാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നത്. ആദ്യത്തേൽ റെസിസ്റ്റീവിൽ അത് രണ്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വി എം സൈൻ തീറ്റ ഐ എം സൈൻ തീറ്റ. ഓക്കെ.